ഏത് സീസണിൽ പോയാലും കാഴ്ചകൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത ഒരു വൈൽഡ് ലൈഫ് ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് മസിനഗുഡിയാണ്. ഈ വേനൽക്കാലത്ത് നമ്മുടെ മസിനഗുഡി യാത്ര ആന കാഴ്ചകൾ കൊണ്ടും അതുപോലെ തന്നെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ ആന ചാർജിങ് മൊമെൻറ്റുകൾ കൊണ്ടും ത്രില്ലിംഗ് ആയിരുന്നു കേട്ടോ. ചാർജ് ചേട്ടാ റെഡി ആയിക്കോ. വീണ്ടും ഒരു മസിനഗുഡി യാത്രയിലാണുള്ളത്. ഇതുവരേക്കും മസിനഗുഡി വന്നിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കിടിലനായിട്ടുള്ള സൈറ്റിങ്സ് ഒക്കെ കിട്ടിയിട്ട് മനോഹരമായൊരു യാത്ര. നമ്മൾ കരടിയെ തപ്പി ഇറങ്ങിയിട്ടാണുള്ളത്. ഉച്ച നേരമാണിത്, 1 മണി കഴിഞ്ഞു. അപ്പോൾ ഒക്കെ ഈ മാനുകളൊക്കെ ഉള്ളിടമൊക്കെ ഒന്ന് നോക്കിയാൽ നല്ലതായിരിക്കും. മരത്തിൻ്റെ മേളിലൊക്കെ ചിലപ്പോൾ കരടി കാണും. ഇവിടെ എല്ലാം ഫ്രൂട്ട്സിൻ്റെ സീസൺ ആയതുകൊണ്ട് ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി കരടി ഈ ദിവസങ്ങളിലൊക്കെ ഈ മരങ്ങളുടെയൊക്കെ മുകളിലുണ്ട്. എന്തായാലും ആശാനെ അധികം നേരം തപ്പി പോകേണ്ടി വന്നില്ല, റോഡരികിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഈ റോഡരികിലായിട്ട് കുറേ എലന്ത മരങ്ങളുണ്ട് കേട്ടോ. അതെല്ലാം ഇപ്പോൾ കായ്ച്ച് പഴങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഈ പഴങ്ങൾ തിന്നാനായിട്ടാണ് ആശാൻ ഈ നട്ടുച്ച നേരത്തെ ഇറങ്ങിയേക്കുന്നത്. സാധാരണ കരടികളെയൊക്കെ ഉച്ചയ്ക്ക് കാണാൻ കിട്ടുക എന്നുള്ളത് വളരെ റെയറാണ്. ഇതിപ്പോൾ ഉച്ചയ്ക്ക് ആശാന് വെയിലൊന്നും ഒരു കൂഫിലില്ലാണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുവാണേ. അങ്ങനെ നമ്മൾ നോക്കി നിൽക്കെ തന്നെ ആശാൻ ഇത് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലെ മരത്തിൻ്റെ ചുവട്ടിലോട്ട് പോവാണ്. സൗത്ത് അമേരിക്കൻ ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളിലൊക്കെ ഉള്ള സ്ലോത്തുകളോട് സാമ്യമുണ്ട് ഇവൻ്റെ നഖം. അതുകൊണ്ടാണ് ഇവന് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഈ കരടിക്ക് സ്ലോത്ത് ബിയർ എന്ന് ഇംഗ്ലീഷിൽ പേര് വന്നത്. ഇവൻ്റെ നഖം കണ്ടോ, ഇങ്ങനെ നീളമുള്ള നഖമാണ്. അത് മെയിനായിട്ട് ഇവൻ ഈ ചെതലിനെയൊക്കെ ചകഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഉപയോഗിക്കുന്നത്. ഷോയാണുള്ള ആള്. ഇതിൽ പറയുന്നുണ്ട് അമ്മമാര് പോകാനോ. സൂപ്പർ ഷോ. എൻ്റെ പൊന്നാ, മലയാളത്തിൽ എന്താണ് നമ്മളിവനെ തേൻകരടി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ തേൻകരടി എന്ന് പേര് വരാൻ കാരണം ഇവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം തേൻ ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇവൻ ഇങ്ങനെ ഭക്ഷണം തേടി ഇങ്ങനെ നിലത്തേക്ക് നോക്കി നടക്കുകയാണ്. അപ്പോൾ കാഴ്ചശക്തിയേക്കാൾ കൂടുതലായിട്ട് ഇവൻ ഈ മണം പിടിക്കുന്ന കഴിവിനെയാണ് ആശ്രയിക്കുന്നതും. പിന്നെ കണ്ടില്ല, ആ ഒരു കഴുത്തിന് ചുറ്റും ഇങ്ങനെ സട പോലെ രോമങ്ങൾ മുഴുവൻ ഉള്ളതുകൊണ്ട് തന്നെ കാഴ്ചശക്തി പരിമിതമാണ്, പുറകോട്ടൊക്കെ ഉള്ളതും സൈഡിലോട്ടുള്ളതൊക്കെ. നമ്മുടെ മുന്നിലുള്ളത് ഏകദേശം ഒരു 3 തൊട്ട് 4 വയസ്സ് വരെ പ്രായമുള്ളൊരു കരടിയാണ്. ഇപ്പോൾ ആശാൻ എന്താണെങ്കിലും കുശാലാണ്. ഇതിപ്പോൾ ഫെബ്രുവരി മാസം ആയപ്പോഴത്തേക്കും ഇഷ്ടം പോലെ ഇവിടെ പഴങ്ങളുണ്ട്. ഇവിടെ വഴിയരികിലായിട്ട് എലന്ത മരങ്ങളുണ്ട് കുറേ. അപ്പോൾ അതിൻ്റെ എല്ലാം പഴങ്ങൾ പറിച്ച് തിന്നാനായിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ തേൻ കൂടാതെ ആശാൻ ഇതേപോലെ പഴങ്ങൾ, പിന്നെ ചെതലിൻ്റെയൊക്കെ പുറ്റുകളൊക്കെ ഈ ശക്തമായിട്ടുള്ള നഖങ്ങൾ വെച്ചിട്ട് മാന്തി പൊളിച്ചിട്ട് അത് അതിൻ്റെ ചെതലുകളെയും ലാർവേനെയൊക്കെ തിന്നും. ഉറുമ്പും കൂടുകൾ അതുപോലെ ചെയ്യും. തേൻകരടികൾക്ക് ഈ മണം പിടിക്കാനുള്ള കഴിവാണ് കൂടുതലും, കാഴ്ചശക്തിയേക്കാൾ കൂടുതലായിട്ട്. അവനിങ്ങനെ ചെതൽപ്പുറ്റൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ മണം പിടിച്ച് നിലത്തേക്ക് നോക്കി നടക്കുമ്പോഴായിരിക്കും നമ്മൾ കാട്ടി കയറി ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഇതിന് മുന്നിൽ പോയി പെടുക. വളരെ അടുത്ത് യാദൃശ്ചികമായിട്ടായിരിക്കും ഇവൻ്റെ മുന്നിൽ പോയി നമ്മളും പെടുക, അവനും നമ്മളെ കാണുക. അപ്പോൾ 2 കാലം നിൽക്കുന്ന മനുഷ്യനെ കാണുമ്പോഴത്തേക്ക് ഇവനത് കൺസിഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചെന്നിരിക്കുന്നതാണ് എന്ന രീതിയിൽ അവൻ നേരെ വരും. ഒന്നെങ്കിൽ നേരെ വരും. ഇത്തിരി ഡിസ്റ്റൻസ് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ ഓടിപ്പോവും, നമുക്ക് ഓടി മാറാനുള്ള ഒരു ടൈം കിട്ടും. അപ്പോൾ സ്ഥിരമായിട്ട് കാട്ടിൽ കയറുന്നവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും കരടിയാണ് ഏറ്റവും ഡേഞ്ചർ. കാട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യന് ഏറ്റവും അപകടം ഉണ്ടാക്കുന്നൊരു ജീവി എന്ന് പറഞ്ഞാൽ അത് കരടി, പിന്നെ ആന. കടുവയും പുലിയൊക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കടുവയും പുലിയൊക്കെ നമ്മളെ കണ്ടല്ലേ നമ്മുടെ സാന്നിധ്യം മനസ്സിലാക്കി നേരത്തെ ഓടി മാറാറാ പതിവ്. കരടി പിടിച്ചു കഴിഞ്ഞാൽ അവൻ ആ കയ്യിലെ നഖം ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖം മുഴുവൻ മാന്തി പൊളിക്കും, കണ്ണ് നശിപ്പിക്കും. അതുകൊണ്ട് കണ്ണ് പൊത്തി പിടിച്ചോളുക. എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ എന്തെങ്കിലും വടി എന്തെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ മൂക്കിനിട്ട് അടിക്കണം എന്നാണ് ഇവർ ഫോറസ്റ്റിൽ അറിയാവുന്നവർ പറയുന്നത്. അങ്ങനെ രക്ഷപ്പെട്ടവരുടെ കഥകളും ഉണ്ട്. കാരണം ശരീരത്തിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പഞ്ഞി പോലത്തെ വലിയ രോമക്കെട്ടായതുകൊണ്ട് തന്നെ അവനൊന്നും ഏൽക്കൂല. അവൻ്റെ മുഖത്തടിച്ചാൽ മാത്രം അവന് വേന എടുത്തിട്ട് അവൻ ഓടി മാറുള്ളൂ കേട്ടോ. മറവക്കണ്ടി സ്റ്റേയിൽ എത്തിയിട്ടാണുള്ളത്. അപ്പം മസിനഗുഡി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റേ, നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ ഏറ്റവും നല്ലൊരു സ്റ്റേ ആണ് മുതുമല ടൈഗർ റിസർവിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ബുക്ക് ചെയ്ത് കിട്ടുന്ന മറവക്കണ്ടി വാച്ച് ടവർ. ഇതിൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ബാക്കിൽ കാണുന്ന ഈ ഒരു ലേക്കും അവിടെ വൈകിട്ടും രാവിലെയൊക്കെ വൈൽഡ് ആനിമൽസും ബേഡ്സും ഒക്കെ ഇഷ്ടംപോലെ വരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സ്റ്റേ എന്ന് പറഞ്ഞാൽ ഇത് കാടിൻ്റെ നടുക്ക് തന്നെയാണ്. ഇത് പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിന്നൊക്കെ മാറിയിട്ട് ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെറിയൊരു കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയൊരു കോമ്പൗണ്ടാണ്.
അപ്പോൾ ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വണ്ടി കയറ്റിയിടണം കേട്ടോ. അതിന് ചുറ്റിനും ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ആയിട്ട് ഇപ്പോൾ 2 നിലയാണ്. ഇപ്പം ഇതിൽ ഗ്രൗണ്ട് ഫ്ലോർ നമുക്കുള്ള സ്റ്റേ അല്ല, ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറുമാണ് നമുക്ക് ഗസ്റ്റുകൾക്ക് കൊടുക്കുന്നത്. സെക്കൻഡ് ഫ്ലോറാണ് കുറച്ചും കൂടെ ഫോട്ടോഗ്രാഫിക്കൊക്കെ നമുക്ക് ഉചിതമായിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയൊക്കെയുള്ള വ്യൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത് കേട്ടോ. കിടിലൻ ആംബിയൻസ് ആണ്, നല്ല കാറ്റ്, അടിപൊളി വൈബാണ് ഇവിടെ. അതുകൊണ്ടാണ് രണ്ടാമത് വീണ്ടും നമ്മൾ ഇവിടെ തന്നെ വന്നതെന്ന് ഓർക്കണം. അപ്പോൾ റൂം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ഇത് ഫസ്റ്റ് ഫ്ലോറിലെ റൂം ഇത് ഇങ്ങനെയാണ്. ഇത് ഒരു ഡബിൾ കോട്ടഡ് റൂമാണ്. അപ്പോൾ ഡബിൾ കോട്ട് ബെഡ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ചെറിയ ടേബിളും ചേഞ്ചിങ് ആയിട്ടുള്ള സെറ്റപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. വാഷ്റൂമാണേലും നീറ്റ് ആൻഡ് ക്ലീൻ വാഷ്റൂമാണ്. ഇതിൻ്റെയൊക്കെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഈ പറഞ്ഞ ലേക്കിൻ്റെ മുന്നിൽ നിന്നുള്ള കാഴ്ചകൾ കാണുക എന്നുള്ളത് തന്നെയാണ്. അതായത് റൂമിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ജനലിക്കൂടെ തന്നെയാണേലും ഈ ലേക്കിൻ്റെ കാഴ്ചകളും അവിടെ ആനിമൽസ് വരുന്നതും ബേഡ്സിനെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ 3-ാം നിലയിലെ റൂമും കൂടെ കാണാം. എനിക്ക് 3-ാം നിലയിലെ റൂമാണ് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ഇവിടുത്തെ ടോപ്പ് ഫ്ലോർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് കുറച്ചും കൂടെ സ്പേഷ്യസ് ആണ്. ഇവിടെ 3 പേർക്ക് സുഖമായിട്ട് കിടക്കാനുള്ള കട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഇച്ചിരി വലിയൊരു വിൻഡോ സ്പേസ് ആണ്. നമുക്ക് ആ ലേക്ക് കാണുന്ന ഭാഗത്തിൽ കട്ടറങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കാഴ്ചകൾ കാണാം. ഇപ്പോൾ ഈ ലേക്കിൻ്റെ സൈഡിലൊക്കെ കടുവയും ആനയും കാട്ടുപോത്തുകളും ഒരുപ്പെട്ട ജീവജാലങ്ങളെല്ലാം വെള്ളം കുടിക്കാനായിട്ട് ഈ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് വരുന്നതാണ്. പിന്നെ ഇത് പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. കാടിൻ്റെ ഉള്ളിൽ ഇതുപോലെ സ്റ്റേ. എന്നാൽ ടൗണിൽ നിന്ന് ഒത്തിരി ദൂരത്തിലല്ലാതെ നമുക്ക് മസിനഗുഡിയിൽ നിന്ന് ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരത്തിനുള്ളിലാണ് ഇത്രയും ഒരു വൈൽഡ് ആംബിയൻസ് കിട്ടുന്നൊരു സ്റ്റേ നമുക്കിവിടെ ഉള്ളത്. ഇഷ്ടം പോലെ കന്യാസ്ത്രീക്കൊക്കെ അടക്കം കണ്ടമാനം ബേഡ്സ് നമുക്ക് ഇവിടെ ഇരുന്നാൽ തന്നെ കാണാൻ പറ്റുമേ. അപ്പോൾ അതെ, നമ്മൾ മസിനഗുഡിയിൽ നിന്നൊരു ജീപ്പ് സഫാരിക്ക് പോവുകയാണ്. ഇവിടെ മസിനഗുഡി വന്നിട്ട് തനി മലയാളിയായിട്ടുള്ള അച്ചുവേട്ടൻ്റെ കൂടെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ അച്ചുവേട്ടൻ ഇതാണ്. മുന്നേ അരുൺ ബ്രോയും ടീമൊക്കെ അച്ചുവേട്ടനോട് പോയി ടൈഗറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്താണ് അച്ചുവേട്ടൻ കാണിച്ചു തരാൻ പോകുന്നതെന്നുള്ളത് പോയി നോക്കാം. അപ്പോൾ മസിനഗുഡിയിലെ ജീപ്പ് സഫാരിയാണ്. നമ്മൾ തന്നെ വണ്ടിയിൽ പോകുന്ന സ്ഥിരം റൂട്ടുകളായ മൊയാറും ബൊക്കാപുരവും സിംഗാരയൊക്കെ തന്നെ ഇവിടുത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഇവരുടെ ഗൈഡൻസിൽ നമ്മൾ പോവാണ്. ഒരു 2 ആഴ്ചൻ്റെ ഉള്ളിൽ 3 ആന മരിച്ചു കേട്ടോ. അതിൽ 2 കൊമ്പനാണ്. അത് ഈ ഏരിയയിൽ അതിൽ 2 കൊമ്പൻ. ഒന്ന് വന്ന് ഇവിടുത്തെ റിവാൾഡോ എന്ന് പറയും. അതിപ്പോൾ ഈ ഇടയ്ക്ക് വയറ്റിൽ എന്തോ കട്ടിയായി എന്ന് പറഞ്ഞിട്ടും പിന്നെ അവന് മസ്ത് പിടിച്ചിട്ട് കാട്ടിൽ കയറിയപ്പോൾ ഒരു 2-3 മാസം ഇവിടെ ഇല്ലായിരുന്നു റിവാൾഡോ. അത് മസ്തായിട്ട് അവൻ കാട്ടിൻ്റെ ഉള്ളിൽ കയറി ചെയ്താൽ മാറ്റിങ്ങിന് വേണ്ടി. അവിടെ വേറെ ഏതോ കൊമ്പന്മാരായിട്ട് അടഞ്ഞിട്ട് അവന് ലേശം കാലിൻ്റെ അവിടെ മുറിവൊക്കെ പറ്റി, ക്ലാഷായിട്ട് 2ഉം മുട്ടിയിട്ട്. ഇപ്പം എന്തായി, അത് വയ്യാണ്ടായി. വന്ന് വയറ്റിലുള്ള കട്ടി, ക്യാൻസർ കട്ടി. ഇനിയൊന്ന് ഈ വേറെ കൊമ്പൻ്റെ കൂടെ ഇടിച്ചതിലായ മുറിവ്, ഇതൊക്കെ ആറാണ്ട് അവൻ തിന്നാൻ കഴിയാണ്ട് തീറ്റയില്ലാണ്ട് വീണ് ഇപ്പോൾ ചത്തിട്ടിപ്പോൾ ഒരാഴ്ച ആയിട്ടില്ല. അതിന് മുന്നേ ഈ മോയ റോട്ടിൽ വലിയൊരു കൊമ്പൻ സ്ഥിരം ഞങ്ങൾ കാണാമായിരുന്നു. ആ കൊമ്പൻ എന്തായെന്ന് വെച്ചാൽ അത് ഈ വേനൽക്കാലം ആയതുകൊണ്ട് തീറ്റയില്ല. ഇപ്പോൾ ടോട്ടൽ ഡ്രൈ അല്ലേ. ഈ അക്കേഷ്യ പ്ലാന്റിൻ്റെ കമ്പൊക്കെ പൊടിച്ച് കഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ജീർണമാകാണ്ട് അതിന് പല പ്രശ്നം, ഡൈജഷൻ ആകാണ്ട് പല പ്രശ്നമായി, ഡയറിയ ആയി. അത് 2 ആഴ്ച മുന്നേ വന്ന് ഇവിടെ മരിച്ചു. അങ്ങനെ 2 കൊമ്പൻ മരിച്ചു ഇവിടെ. ഒരാന തീറ്റയില്ലാണ്ട് വെളിയിൽ മരിച്ചു കാട്ടിൻ്റെ ഉള്ളിൽ. ഇവിടെ സ്പോട്ടഡ് ഡിയേഴ്സിൻ്റെ കോളുണ്ട്, നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അത്യാവശ്യം നല്ല കോളാണ്. അപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പോൾ മൊയാർ നദിയിൽ വെള്ളം കുടിക്കാനായിട്ട് ടൈഗർ ഇറങ്ങാൻ സാധ്യതയുണ്ട്. കേൾക്കുന്നുണ്ടോ? കോള് കേട്ടേക്കുന്നത്. പക്ഷെ ഇപ്പോൾ കോൾ ആ ഏരിയയിൽ നിന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഇവിടുന്ന് അവിടെ സ്പോട്ടറുണ്ട്, അവൻ നിൽക്കുന്നുണ്ട് അവിടെ. ഇവിടെ എവിടെയും ഉണ്ട് സാധനം. ഈ ഒരു റൗണ്ട് ആ കോള് കേട്ട ആ ഏരിയയിലേക്ക് ഒന്ന് പോയി നോക്കുവാണേ. ഇപ്പം നമ്മളെ വിട്ടു പോകുന്ന പരിപാടി തോന്നുന്നില്ലല്ലോ. ലൈറ്റിങ് കുറച്ചുകൂടെ നല്ല കേട്ടോ. നമ്മൾ മുന്നേ നമ്മുടെ കാറിൽ തന്നെ വന്നപ്പോൾ കണ്ട് അതേ കരടി തന്നെയാണ്. അവൻ ആ ഏരിയ തന്നെ ചുറ്റിപ്പറ്റി നടക്കുവാണ്. ഈ ഇലന്തപ്പഴം കഴിക്കുക, അതിൻ്റെ കൊതി മൂത്തിട്ട് ഇറങ്ങിയിട്ടാവുള്ളത്.
പക്ഷേ ഒരു പ്രധാന കാര്യം ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ കാണാനായിട്ട് കാട്ടിൽ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുണ്ടോ, മൃഗങ്ങൾക്ക് തീറ്റ ഇട്ട് കൊടുക്കും. മൃഗങ്ങളെ കാണുമ്പോഴത്തേക്ക് അതുങ്ങൾ അടുത്ത് വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ എന്തെങ്കിലും സ്വീറ്റ്സോ അതുങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനം ഇട്ട് കൊടുക്കും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അവരുടെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ഭക്ഷണശൈലിയെ ബാധിക്കും. അത് അന്യം നിന്ന് പോകാൻ തന്നെ കാരണമാകും കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത സുഹൃത്തുക്കൾക്ക് ഇത് പങ്കുവെച്ച് കൊടുക്കുക. ഇത് പണിഷബിൾ ഒഫൻസ് കൂടിയാണ് കേട്ടോ. കരടി റോഡ് മുറിച്ച് കടന്നിട്ട് അടുത്ത മരത്തിൻ്റെ ചുവട്ട് ചുറ്റിപ്പറ്റി നടക്കുവാണ്. ആ ചുവട്ടി കിടക്കുന്ന പഴങ്ങളെല്ലാം പെറുക്കി തിന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ഏത് നിമിഷവും മരത്തെ കയറാവേ. കുറേ നേരമായി ചുവട്ടിക്കൂടെ നടന്ന് ചുവട്ടിലത്തെ എല്ലാം പെറുക്കി തിന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ അവൻ്റെ വയറ് നിറയണമെന്നുണ്ടെങ്കിൽ മരത്തെ കയറുക എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണേ. ചേട്ടാ കുറച്ച് ദൂരം ഉണ്ടായിരുന്നെങ്കിൽ കൊതിയൻ തീറ്റ കൊതിയനാ. ഇപ്പുറത്തേക്ക് വരും. നിങ്ങളുടെ കൂലി കഴിഞ്ഞിട്ട് എടുത്താൽ മതി. ഞാൻ വണ്ടി എടുക്കാം. നിങ്ങൾ ചെയ്തോളൂ. എന്തായാലും അവൻ താഴെ ഇറങ്ങി. എന്താണല്ലോ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും കരടിയാശാനെ അറ്റത്തുള്ള പഴങ്ങളൊക്കെ പരമാവധി പറിച്ച് തിന്നുന്നുണ്ടേ. ഒന്നും അല്ല കേട്ടോ. തേനീച്ചക്കൂടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവന് എത്ര വലിയ മരവും വലിഞ്ഞ് കയറും. അത് തേനീച്ചകൾക്കും അറിയാം. അതുകൊണ്ട് ഈ വൻതേനൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വലിയ വിലങ്ങനെ കിടക്കുന്ന ഏകരത്തിൻ്റെയൊക്കെ അങ്ങേ അറ്റത്തായിരിക്കും കൊണ്ടുപോയി കൂട് കെട്ടുക, ഇവൻ എത്തിപ്പെടാൻ പറ്റാത്തൊരു ദൂരത്തിൽ. ഇല്ല ഇവൻ മുഴുവൻ വന്നിട്ട് അതിൻ്റെ അകത്ത് തേനും കുടിക്കും, ലാർവകളെല്ലാം തിന്ന് നാമാവശേഷമാകും. ഫ്രണ്ടിൽ നോക്കണേ ആരെങ്കിലും. വീഡിയോ ഫുൾ വീഡിയോ വേണോ റൂപേഷ്? ഫുൾ വീഡിയോ ഇറങ്ങുന്നത് എടുത്തോ. പാടി അടിപൊളിയായി. ഇറങ്ങണ എല്ലാം ഉണ്ടല്ലേ. നല്ല ഗംഭീര കരടി കാഴ്ചകളാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇതുവരേക്കും ഇത്രയും നല്ല കരടിയുടെ സൈറ്റിങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് നമ്മൾ കരടിയെ കണ്ട് മടുത്തിട്ട് മുന്നോട്ടേക്ക് പോവുകയാണേ. ഈ ഒരു മരം ശ്രദ്ധിച്ചോ, ഇതിൻ്റെ പേര് ഫ്ലെയിം ഓഫ് ഫോറസ്റ്റ് എന്നാണ്. ആ പേര് പോലെ തന്നെ നല്ല ചുമന്ന് ഈ ഒരു വരണ്ട കാടിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്ന പോലെയാണ് നിൽക്കുന്നത്, നിറച്ച് പൂവൊക്കെ ആയിട്ട്. അപ്പോൾ ഇഷ്ടംപോലെ തീറ്റയാണ് ഇവിടെ പക്ഷികൾക്കും അതുപോലെ ലങ്കൂറൊക്കെ അതിൻ്റെ ആ പൂവൊക്കെ പറിച്ച് തിന്നുന്നുണ്ട്. പക്ഷികളാണേലും അതിൻ്റെ ഇടയ്ക്ക് വന്ന് തേനൊക്കെ കുടിക്കുന്നുണ്ട്. കണ്ടമാനം പക്ഷികളുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ മൊയാറെത്തി, ഡ്രൈവ് ചെയ്ത് മൊയാറെത്തിയപ്പം ഇതാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറച്ച് ചേട്ടന്മാരെ കണ്ട്. ഇവരെല്ലാം വക്കീലന്മാരാണ്, സുനിലേട്ടനും ഫ്രണ്ട്സുമാണ്, തൃശ്ശൂരിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അവരോടൊക്കെ കണ്ട് നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞ് നിൽക്കുവാണ്. അപ്പോൾ അച്ചുവേട്ടനും ഓൾറെഡി ഫേമസ് ആയിട്ടുണ്ട്, അരുൺബ്രോയുടെ വീഡിയോകളെ കണ്ട് ഓൾറെഡി ഫേമസ് ആയതാണ്. അപ്പോൾ ആ ഒരു കോൺടാക്റ്റിൽ വന്നവരാണ് ഇവരെല്ലാവരും. ഇവിടെ മൊയാറെത്തി കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു കടയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് അത്യാവശ്യം ചായയൊക്കെ കുടിക്കേണ്ടവർക്ക് ചായയും കടിയൊക്കെ കിട്ടും. ചായയൊക്കെ കുടിച്ച് നമ്മുടെ സഫാരി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇവിടെ ഒരു പശു ഉണ്ടെന്ന് തോന്നുന്നു കസ്റ്റമറായിട്ട്. അവന് വീട്ടിൽ പോകണമെന്നില്ല, കരടിയെ കണ്ട് മടുത്തതാണ്. അതുകൊണ്ട് നമ്മളെന്താണല്ലോ അവനെ കാണാൻ നിൽക്കുന്നില്ല, നമ്മൾ പോവാ കേട്ടോ. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതുണ്ടോ നിൽക്കുന്നുണ്ടോ, ഇത്ര അടുത്താന്നുണ്ടോ? അതെ, നിന്നെ ഞങ്ങൾക്ക് വേണ്ടാ, നിന്നെ വെറുത്തുപോയി. നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി, ഇപ്പോൾ ഫെബ്രുവരി ആയില്ല. ഈ സമയം നിറയെ
സ്പോട്ടഡ് ഡീർസും ലങ്കൂറും ബോണറ്റ് മെക്കാക്ക്. ഇത് ഈവൻ വൈൽഡ് ഡോഗും കൂടി ഈ സമയത്തിലാണ് പ്രസവിക്കുന്നത്. നിറയെ കുട്ടികൾ കാണും, ചെറിയ കൊച്ചു കുട്ടികൾ നിറയെ കാണും ഇവിടെ. അല്ല ഹണ്ടിങ് കണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ട്രാജഡി ആയിരിക്കും കാണുമ്പോൾ. എന്ന് പറഞ്ഞാൽ ഈ സ്പോട്ടഡ് ഡീറിൻ്റെ കുട്ടികൾ ഈ പൊന്തൻ്റെ അടിയിൽ നിഴലിന് വേണ്ടി അങ്ങനെ കിടക്കും കേട്ടോ, 5-6 ഈ വൈൽഡ് ഡോഗ് വന്നാൽ ഈസി പ്രേ ഒന്ന് അങ്ങനെ എടുത്തുകൊണ്ട് പോയി കഴിക്കും. അങ്ങനെ ലെപ്പേർഡും കൂടി അങ്ങനെ എടുക്കുന്നത് കണ്ട് ഈ ലെപ്പേർഡ് വന്ന് പുള്ളിമാൻ്റെ കുട്ടീൻ്റെ അടുത്ത് മുഖം വെച്ച് അതിൻ്റെ തലൻ്റെ അവിടെയോ മുഖത്തിൻ്റെ അവിടെയോ മണത്ത് നോക്കുമ്പോഴും കൂടി ഈ കുട്ടികൾക്ക് എണിച്ചു ഓടണം എന്നുള്ള അറിയില്ല അതിന് അത്രയ്ക്ക് ആയിട്ടില്ല. പ്രസവിച്ച് ഒരാഴ്ച 4 ദിവസം അങ്ങനെയുള്ള ചെറിയ കുട്ടികളെയൊക്കെ ഈസി പ്രേ ആയിട്ട് എടുത്തിട്ട് പോകും, ലെപ്പേർഡും ശരി വൈൽഡ് ഡോഗ്സും ശരി. നമ്മുടെ ഇനി ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് സിങ്കാര റോഡും കൂടെ പോയി വരിക എന്നുള്ളതാണ് സന്ധ്യയ്ക്ക് മുന്നേ. അങ്ങനെ നമ്മൾ മൊയാറിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന വഴിക്കാണ് ഇദ്ദേഹം ഒരു കൊമ്പനെ കണ്ടു കേട്ടോ. അല്ല കിടിലൻ കൊമ്പൻ വഴിയരികിൽ തന്നെ നിൽക്കുന്നത്. ഇവന് ഏകദേശം ഒരു 15-18 ഇടയ്ക്കൊക്കെയാണ് പ്രായം തോന്നിക്കുക. അവന് ഒറ്റയ്ക്ക് നിന്നിട്ട് അതേ തീറ്റയൊക്കെ കുറവായതുകൊണ്ട് തന്നെ ആ മരങ്ങളിൽ നിന്നൊക്കെ ചില്ലയൊക്കെ ഒടിച്ച് തിന്നുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പോൾ എന്താണെങ്കിലും നല്ലൊരു കൊമ്പനെയും കൂടെ നമുക്ക് ഇത് ഈ ഒരു മൊയാർ റൂട്ടിൽ കാണാൻ കിട്ടി. നമ്മുടെ മുന്നത്തെ ബന്ദിപ്പൂര് മസിനുകൂടി വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ബന്ദിപ്പൂരിൽ നിന്നുള്ള ആനകളൊക്കെ ഒന്നെങ്കിൽ മസിനുകൂടി സൈഡിലോട്ട് അല്ലെങ്കിൽ വയനാട് സൈഡിലോട്ടൊക്കെ മൂവ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ലഭ്യത അനുസരിച്ചിട്ടാണ് അവർ മൂവ് ചെയ്യുക. മഴക്കാലമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അത് ബന്ദിപ്പൂരിലേക്ക് തിരിച്ചു വരും കൂടുതലായിട്ടും. കാരണം അവിടെ വെള്ളമുണ്ട്, ഇഷ്ടംപോലെ മുളയൊക്കെ മുളച്ച് വന്നിട്ട് ബന്ദിപ്പൂര് അവർക്ക് മഴക്കാലത്ത് സമൃദ്ധമായ തീറ്റയുണ്ട്. ആ സ്ഥാനത്ത് വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ഇപ്പം ഈ മൊയാർ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കനാലുണ്ട്. ആ ഡാമിൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന കനാലുള്ളതുകൊണ്ട് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവും. പിന്നെ ഇതേപോലെയുള്ള മുൾച്ചെടികളൊക്കെ ആയിട്ട് പലതരം ചെറിയ കുറ്റിമരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ തീറ്റ അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ വേനൽക്കാലത്ത് നമ്മൾ ഈ ഒരു സൈഡിലോട്ട് ട്രിപ്പ് വരുവാണെങ്കിൽ സിങ്കാരയിലും മയാറിലൊക്കെ വന്നിട്ട് മസിനുകുടിയിലെ നമ്മുടെ യാത്രയിൽ നമുക്ക് മിക്കവാറും ആനയെ കാണാൻ പറ്റും കേട്ടോ. എന്താണ് ആൾ നമുക്ക് സമാന്തരമായിട്ട് തന്നെ നടക്കുവാണ്. ആൾ റോഡ് ക്രോസ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ടേക്ക് ആക്കും തോറും അവൻ വീണ്ടും മുന്നോട്ടേക്ക് തന്നെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് ഒരു വണ്ടിക്കാരനെ ഒന്ന് പേടിപ്പിച്ചു എന്നല്ലാണ്ട് ചാർജ് ചെയ്യാനുള്ളൊരു മൂഡിലൊന്നും അല്ല ആൾ. വഴിയോട് ഒത്തിരി ചേർന്നാണ് അയാൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവന് ഈ റോട്ടിൽ നിന്ന് മാറാത്തതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ ഗ്യാപ്പ് നോക്കിയിട്ട് മുന്നോട്ടേക്ക് എടുത്ത് പോകുന്നുണ്ട്. ആനയാണെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. അവൻ മുന്നോട്ടേക്ക് തന്നെ നടക്കുവാണ്, നമ്മളും മുന്നോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം അവൻ തുമ്പിക്കായി എടുത്തിട്ട് ഇതേ വായിൽ പിടിക്കുന്ന നല്ലൊരു ഷോ തന്നു കേട്ടോ. അവൻ വളരെ റെയറായിട്ട് കാണാൻ പറ്റുന്നതാണ്. തുമ്പിക്കായി കടിച്ചു പിടിച്ചേക്കുവാണ് ആൾ. ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് നല്ലപോലെ ആസ്വദിച്ച് കാണാൻ നമുക്ക് ഇവിടുത്തെ ജീപ്പ് സഫാരി എടുക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. കാരണം ജീപ്പ് സഫാരിക്ക് ആകുമ്പം ജീപ്പിൻ്റെ സൈഡൊക്കെ ഓപ്പണാണ്. ക്യാമറയൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാനും പറ്റും. പിന്നെ ഇവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ഇവിടുത്തെ അനിമൽസിൻ്റെയൊക്കെ ബിഹേവിയർ ഇവർക്ക് അത്യാവശ്യം അറിയാം. സൈറ്റിങ്സ് ഉണ്ടെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഡ്രൈവർമാർ തമ്മിൽ തന്നെ. ഞാൻ മസിനുകൂടി വന്നതിൽ കൂടുതലും നമ്മുടെ സ്വന്തം വാഹനത്തിൽ തന്നെയാണ് ഈ റൂട്ടിലൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ ഉള്ള നമ്മുടെ പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ യൂസ് ചെയ്യാൻ ഡ്രൈവിങ്ങും എല്ലാം കൂടെ ഉള്ളതുകൊണ്ടും സൈഡ് തുറക്കാത്തതുകൊണ്ടൊക്കെ ക്യാമറ യൂസ് ചെയ്യാൻ നമുക്ക് പരിമിതിയുണ്ട്. എന്താ മോനെ വഴിയൊക്കെ ആനത്താര നോക്കുന്നത്? ഇവിടെ ആനത്താരാട്ടോ, ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഉണ്ടോ നോക്കി കുറച്ചുകൂടി കയറി കുറച്ചേട്ടാ. ആനത്താര നോക്കിയാ പോകുന്നത്. ഇനിയിപ്പോൾ ഇവൻ്റെ കാഴ്ചകൾ കണ്ടു നിന്നാൽ നമുക്ക് സിങ്കാർ റോട്ടിൽ കയറാൻ സമയം പോവും. അതുകൊണ്ട് നമ്മൾ അവനെ അവിടെ വിട്ടേച്ച് പോവുകയാണേ. അപ്പോൾ മസിനഗുഡിയിലെ ഫോറസ്റ്റ് റൂട്ടുകൾ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുടെ അറിവിലേക്കായിട്ട് ചില കാര്യങ്ങൾ പറയാം. ഇവിടെ രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് ഈ ഫോറസ്റ്റ് റൂട്ടുകൾ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ മൊയാർ റൂട്ടാണെങ്കിൽ വൈകിട്ട് നമ്മളൊരു 5:30 മണി വരെ നമ്മളിവിടെ കയറ്റിവിടും. 6 മണിക്ക് തിരിച്ചിറങ്ങണം. അതുപോലെ സിങ്കാര റോട്ടിലാണെങ്കിൽ 6 മണി വരെ കയറ്റിവിടും. 6:30 ആകുമ്പോഴത്തേക്കും തിരിച്ചിറങ്ങണം. ഇൻ കേസ് ലേറ്റ് ആയിക്കഴിഞ്ഞാൽ വലിയ പൈസയൊക്കെ പെനാൽറ്റി അടിക്കും കേട്ടോ ഫോറസ്റ്റുകാർ. നമ്മൾ സിങ്കാര റോട്ടിൽ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു കോഫി പ്ലാന്റേഷനാണ് കാണുക. ആ ഏരിയയിലൊക്കെ കണ്ടമാനം ലെപ്പേഡ്സിൻ്റെയൊക്കെ സൈറ്റിങ് കിട്ടുന്നതാണ്. അവിടെയൊക്കെ വെയിറ്റ് ചെയ്ത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഏരിയയിലൊക്കെ ലെപ്പേഡിൻ്റെ ക്രോസിങ്ങോ മരത്തിൻ്റെ മുകളിലൊക്കെ കാണാൻ പറ്റും. ടൈഗറും ഉള്ളതാണ് ഈ ഏരിയയിൽ. പിന്നെ ഇതൊരു ഡെഡ് എൻഡാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് റോഡില്ല. അത് TNEBയുടെ തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് അവിടെയുണ്ട്. അങ്ങോട്ടേക്ക് നമുക്ക് എൻട്രി ഇല്ല കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ വണ്ടി തിരിച്ചിട്ട് വന്ന വഴി തന്നെ പോകണം. എന്തായാലും ബിഗ് ക്യാറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. നമ്മൾ തിരിച്ചിട്ട് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് വഴിയരികിൽ ഒരു ആന നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ലോയിൽ ഇങ്ങനെ പോകുമ്പോൾ ഇതേ ആന പെട്ടെന്ന് ചാർജ് ചെയ്ത് പോകും.
ഇതിപ്പോൾ ആന ചാർജ് ചെയ്യാൻ വേണ്ടി പാത്ത് നിന്ന പോലെ തന്നെയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇതിലും വലിയ ചാർജിങ് വരുന്നുണ്ട്. എന്താണല്ലോ അച്ചുവേട്ടൻ പ്രതീക്ഷിച്ച് ഒരു 15 കിലോമീറ്റർ സ്പീഡിലാവും വരുമെന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങനെ പതിയെ പോകുമ്പോഴാണെങ്കിൽ അവൻ 30 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മുടെ പുറകെ വന്നത്. പിന്നെ നമ്മൾ സ്പീഡ് കൂട്ടിയിട്ടാട്ടോ രക്ഷപ്പെട്ടത്. ആളെന്താണെങ്കിലും കാട്ടിലോട്ട് കയറിപ്പോയി. അങ്ങനെ നമ്മൾ റൂമിലേക്ക് ചെല്ലുന്നതിൻ്റെ ആ പോകുന്ന വഴിയിൽ തന്നെ ടസ്കർ നിൽപ്പുണ്ട് കേട്ടോ. പക്ഷേ ഇരുട്ടായതുകൊണ്ട് അത്ര ക്ലിയറായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ആ പോകുന്ന വഴിയുടെ സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ രാത്രി 8:30-ക്കുള്ളിൽ നമ്മളിവിടെ കയറണം കേട്ടോ. അപ്പോൾ ഫുഡ് ഇവിടെ ഇല്ല. ഫുഡ് നമ്മൾ ടൗണിൽ പോയി കഴിച്ചിട്ട് വേണം വരാനായിട്ട്. ടൗണിൽ ഫുഡ് കഴിക്കാൻ പറ്റിയ റെസ്റ്റോറൻറ്റ് ഞാൻ രാവിലെ പരിചയപ്പെടുത്താവേ. അപ്പോൾ നമ്മുടെ വണ്ടി കോമ്പൗണ്ടിനുള്ളിൽ കയറ്റി കഴിഞ്ഞാൽ ഗേറ്റ് ക്ലോസ് ചെയ്താൽ പിന്നെ ഇലക്ട്രിക് ഫെൻസിങ് ഓൺ ആവുക. വല്ലാത്തൊരു വൈൽഡ് ഫീലിംഗ് ആണ്. അതുകൊണ്ട് പേടിയുള്ളവരൊന്നും സ്റ്റേ എടുക്കാൻ നിൽക്കണ്ട. നിങ്ങൾ കേട്ടായിരുന്നു ആവശ്യം കടുവയുടെ അലർച്ചയാണ്. നമ്മളതിന് മുന്നേ വലിയൊരു അലർച്ച കേട്ടു. നമ്മളിങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ചെവി ഓർത്ത് നിൽക്കുമ്പോൾ ഒരു നൈറ്റ് ജാർ വന്ന് അതിനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത്തെ ഈ അലർച്ച നമുക്ക് എന്താണ് റെക്കോർഡിങ് കിട്ടി. ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ ആയിട്ടത്. എന്താണ് ചെറിയൊരു സൗണ്ടാണല്ലോ നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റി. നമ്മളിവിടെ ഉള്ളിൽ കയറിയപ്പോഴത്തേക്കും ഒച്ച കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? അത് ഇലക്ട്രിസിറ്റി ഓണാക്കിയാണ്, ചാർജ് ചെയ്തിട്ടുണ്ട്. മൃഗങ്ങളെന്തായാലും വന്നു കഴിഞ്ഞാൽ തട്ടിക്കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും, ഓടിപ്പോവും. നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെ സ്പോട്ടഡ് ഡിയർ ഉണ്ട് കേട്ടോ. രാത്രി കുറേ എണ്ണങ്ങളുണ്ട്, ഒന്നും രണ്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇതാ നമ്മൾ രാവിലെ 6 മണിയായപ്പോൾ തന്നെ അച്ചുവേട്ടൻ എത്തിയിട്ടുണ്ട്. നമ്മൾ സഫാരിക്ക് പോവാണ്. രാവിലെ ശിങ്കാർ റോട്ടിലൊന്ന് പോവുക, മൊയാർ റോട്ടിൽ പോവുക. ഉള്ളിൽ കയറി ഈ ഫ്രെയിം ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. ഉണ്ടായിരുന്നോ മൂവിങ് 3-4 മൂവ് ചെയ്ത്. ഇപ്പോൾ രാവിലെ നമ്മൾ സിങ്കാർ റോഡിൽ ഇറങ്ങിയിട്ടാണ് ഉള്ളത്. സിങ്കാർ റോഡിലോട്ട് ഇറങ്ങിയ പാടെ തന്നെയാണ് നമുക്ക് പറഞ്ഞ പോലെ വൈൽഡ് ഡോഗ്സിനെ കിട്ടിയത്. നാളെ രാവിലത്തെ കണി കൊള്ളാം. അത്യാവശ്യം നല്ല തണുപ്പുണ്ടേ. അതുകൊണ്ട് ചെറുതായിട്ട് ഈ സമയത്തൊക്കെ വരുന്നവർ ചെറിയ ജാക്കറ്റും ഗ്യാപ്പൊക്കെ എടുത്തിട്ട് വരുവാണെങ്കിൽ തണുപ്പടിക്കാതെ ഈ സഫാരി എൻജോയ് ചെയ്യാം. വേണ്ട അവിടെ സിങ്കാരയിലെ കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ എല്ലാം ഇഷ്ടം പോലെ പുള്ളിമാനുകൾ നിൽപ്പുണ്ടേ. കോളല്ലേ നോക്കി അവൻ ആ മരത്തിൻ്റെ തൊലിയാണ് കടിച്ച് പറിച്ച് വലിച്ചെടുത്ത് തിന്നുന്നതേ. അല്പനേരത്തേക്കായിട്ടാണെങ്കിലും ഇന്ത്യൻ പിറ്റ എന്നുള്ള ഈ ഇത്തിരി കുഞ്ഞന്മാരായിട്ടുള്ള ദേശാടന പക്ഷീനെ നമുക്ക് അവിടെ വെച്ച് കാണാൻ പറ്റിയേ.
ദേ ഈ കുറ്റിക്കാടിൻ്റെ ഇടയിലൂടെ നമ്മളെ പറ്റിച്ചിട്ട് പറന്ന് നടക്കുന്ന ആ പക്ഷീനെ നിങ്ങൾ എപ്പോഴേലും കണ്ടിട്ടുണ്ടോ? ഇതേപോലെ കാടുമായിട്ട് ചേർന്നിട്ടുള്ള കുറ്റിക്കാടൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് ഇവരെ കാണാറുള്ളത്. ബ്ലൂ ഫേസ്ഡ് മൽക്കോഹ കാണാൻ നല്ല ഭംഗിയുള്ള പക്ഷിയാണ്, പക്ഷേ ക്യാമറയിൽ കിട്ടാൻ ഇത്തിരി പാടാണ്. നമ്മൾ ക്യാമറ എടുത്ത് വരുമ്പോഴത്തേക്ക് ഓടി കുറ്റിക്കാടിൻ്റെ ഇടയിലേക്ക് കയറും. അപ്പോൾ ഫേസ് കിട്ടാൻ ഇത്തിരി പാടാണ്. അവൻ്റെ ഫേസ് നോക്കിയാൽ നല്ല ബ്ലൂ കളറൊക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ട് അവൻ്റെ കണ്ണൊക്കെ കാണാനൊക്കെ ആയിട്ട്. എന്താണല്ലോ നമുക്ക് ഇത്തവണ മസിനുകുടി പോയിട്ട് അവനെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ക്യാമറ കിട്ടിയേ. പൊക്കത്തിൽ വന്നു, കൊമ്പിൽ വന്നു. പക്ഷേ കൊമ്പിൽ വന്നാ മുകളിൽ കൊമ്പിലിരിക്കണു. അങ്ങ് ദൂരെ ഒരു മരത്തിൻ്റെ തുഞ്ചത്ത് ഒരു പരുന്ത് ഇരിക്കുന്നുണ്ടിട്ട് ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ ഈ പരുന്ത് നെറ്റിൽ നോക്കിയിട്ട് ഇത് നമ്മുടെ ഈ റീജിയനിലുള്ളതല്ല, മൈഗ്രേറ്ററി ആണ്. സ്റ്റെപ്പീകൾ നിന്നാണ് ഇത് നെറ്റിൽ നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയേക്കുന്നത്. ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ചേട്ടാ ഇതേ എനിക്ക് സംശയമുണ്ട്, ഇവള് പ്രഗ്നന്റ് ആണോന്ന് കണ്ടിട്ട്. ഇല്ലേ? ആ 16 വയസ്സ് കാണും. ഇത്രയും വീർത്തൊന്നും ഇരിക്കില്ല മറ്റേ നോർമൽ ഫുഡ് കഴിച്ചാലേ. ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ ആനയെ നമ്മൾ കണ്ടപാടെ മനസ്സിലായി ഇത് ഇന്നലെ നമ്മളെ ഓടിച്ച ആനയാണ്. നിൽക്കുന്നത് ഏകദേശം ആ ഒരു ഏരിയ തന്നെയാണ്, പക്ഷേ റോട്ടിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണേ. നമ്മുടെ സംശയം ശരിയാണെങ്കിൽ ആൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവിടെ ഒരു പച്ചപ്പുള്ള ഒരു മുള മുഴുവൻ ഓടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് ആൾ. നമ്മളെന്താണല്ലോ ആനയൊക്കെ ഷൂട്ട് ചെയ്ത് കുറച്ച് വണ്ടി മുന്നോട്ടേക്ക് ആക്കി ഒരു ബേർഡിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആന പെട്ടെന്ന് കാടിനുള്ളിൽ നിന്ന് കയറിയിട്ട് നമുക്ക് നേരെ ഇങ്ങ് വരുക. ഇത്തിരി ഡിസ്റ്റൻസ് ഉണ്ട്. എന്താണല്ലോ ഭയങ്കര ഓടിയിലാട്ടോ ഈ ആന. ഇത് വരുന്ന വണ്ടിയെല്ലാം ഓടിക്കാൻ വേണ്ടിയിട്ട് ഇതേ വീണ്ടും നമ്മളെ ഓടിച്ചു കഴിഞ്ഞിട്ട് ആ കുറ്റിക്കാടിൻ്റെ ഇടയിൽ പാത്ത് നിൽപ്പുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ക്യാമറ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ആ കാടിൻ്റെ ഇടയിൽ ആൾ നിൽപ്പുണ്ട്. വണ്ടി ഏതെങ്കിലും ആ വളവ് തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഓടിക്കാൻ പാകത്തിന് നിൽക്കുവാണ്. ഈ ഒരൊറ്റ ടാർഗറ്റിൽ നിൽക്കുന്നതാണ്. ഇപ്പം കണ്ടോണം കേട്ടോ. ചേട്ടാ ചേട്ടാ ഇല്ല 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 ജീപ്പ 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 ഒരു മിനിറ്റ് ചേട്ടാ. നമുക്കല്ല അവർക്കാ ചാർജ് ചേട്ടാ റെഡി ആയിക്കോ. ഞാൻ പറഞ്ഞില്ല ചാർജ് ചെയ്യുന്നത്. നമ്മ സ്റ്റാർട്ടാക്കിരുത്തിക്കോ വണ്ടി. ചേട്ടാ റെഡി സ്റ്റാർട്ടാക്കിരുത്തിക്കോ. ദേഷ്യപ്പെട്ടിട്ടേ അവരെല്ലാരും ചാർജ് ചെയ്യുന്നുണ്ട്. ആ പിടിയാനെ ഒറ്റയ്ക്കാണോ നമ്മളിങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോഴാണ് വേറൊരു പിടിയാനയും കൂടെ റോഡിൻ്റെ ഇപ്പുറ സൈഡിൽ നിന്ന് ക്രോസ് ചെയ്ത് മേളിലോട്ട് കയറുക. അപ്പോൾ അതും ഈ സെയിം മൈൻഡുള്ള ആന തന്നെയാണ്. ഭയങ്കര അഗ്രസീവാണ്. വണ്ടിയൊക്കെ ദൂരെ ഉണ്ടായിട്ട് പോലും നോക്കി ഭയങ്കര ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് കയറി പോകുന്നത്. മറ്റേ ആനയാണെങ്കിൽ അവിടെ അലേർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് മൂവ് ചെയ്ത് തരുക. ഒച്ചയിട്ടാ നമ്മളെ നോക്കുന്നുണ്ട്. നമ്മൾ സിംഗാർ റോട്ടിൽ നിന്ന് തിരിച്ച് ഇതാ മെയിൻ റോഡിലോട്ട് കയറാൻ പോകുന്നിടത്ത് ആ റിസോർട്ടൊക്കെ ഇരിക്കുന്ന ഏരിയയിൽ നോക്കി വൈൽഡ് ഡോഗ്സ് റിസോർട്ടുകളുടെയൊക്കെ തൊട്ടടുത്താണ്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട ഈ ഒരു ഏരിയയുടെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് കുറേ ഉണ്ട് കേട്ടോ. വലിയ ഗ്രൂപ്പാണ്. കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾ കയറി പോവാ.
നമ്മൾ മയ്യാറിലോട്ടുള്ള റോഡിലോട്ട് കയറി അവിടെ കുറച്ച് കഴിയുമ്പോൾ ഉള്ളൊരു മരത്തെ തന്നെ ജംഗിൾ ഓവലറ്റ്സ് ഉണ്ട് കേട്ടോ, സ്ഥിരമായിട്ട് ചെമ്പന്നത്ത്. രാത്രി ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന ഇവർ പകൽ ഇതേപോലെ ഏതെങ്കിലും മരത്തിൽ വിശ്രമമായിരിക്കുമേ. ഇത് നോക്കിയേ, കോപ്പർ സ്പിറ്റ് ബാർബറ്റാണിത്. നമുക്ക് അത്ര കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നൊരു പക്ഷിയല്ല. അവൻ കൂടുണ്ടാക്കുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കിട്ടിയത്. ബേഡിങ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം പോലെ കാഴ്ചകളുണ്ട് കേട്ടോ നമ്മൾ ഈ മസിനഗുഡി റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ. ഇതിപ്പോൾ മയാർ റൂട്ടിൽ നിന്ന് കിട്ടിയേക്കുന്ന വേറൊരു സുന്ദരം പക്ഷിയെ കണ്ടോ, ഗ്രീൻ ബീറ്ററാണിത്. ആൾ രാവിലെ വേട്ടയ്ക്ക് ഇറങ്ങിയിട്ടാണ് ഉള്ളത്. നമ്മുടെ നാട്ടിൽ കാണുന്ന കാക്കത്തമ്പുരാട്ടിയില്ലേ, അതിൻ്റെ നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ലാത്തൊരു വെർഷനാണിത്, വൈറ്റ് ബെല്ലിയുടെ ഡ്രോങ്കോ. അതും നമുക്കിവിടെ മസിനഗുഡി കാണാൻ പറ്റിയേ. എന്തായാലും മസിനഗുഡിയിൽ വന്നിട്ട് ഇത്തവണ ഇഷ്ടം പോലെ സൈറ്റിങ്സ് ആണ്, ഇഷ്ടം പോലെ കാഴ്ചകൾ, എല്ലാ ഹെവി സൈറ്റിങ്സ്. ഒത്തിരി ഹാപ്പിയാണ്. അങ്ങനെ നമ്മുടെ മോർണിംഗ് സഫാരിയിൽ മയാർ റൂട്ടും കഴിഞ്ഞ് തിരിച്ച് പോകുമ്പോൾ ആണ് ഇത് ഫൈനലായിട്ടുള്ള നമ്മുടെ ഒരു സൈറ്റിങ്. ഒരു ആനക്കൂട്ടം റോഡ് ക്രോസ് ചെയ്ത്, അപ്പോൾ ഈ മയാർ റോട്ടിൽ റോഡിൻ്റെ ഇപ്പുറ സൈഡിലൊരു കനാലാണ്. ആ കനാലിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും. വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി പോകുന്ന കാഴ്ചയാണ് കിട്ടിയില്ല സൈറ്റിങ്. ആനക്കൂട്ടം അങ്ങ് ചെന്നപ്പോഴത്തേക്ക് കാട്ടിനുള്ളിൽ നിന്ന് 2 മാനുകൾ ജീവനും കൊണ്ട് ഓടുന്നു നോക്കി ഇപ്പുറത്തേക്ക്. അപ്പോൾ നമ്മൾ മറവക്കണ്ടി വാച്ച് ടവറിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങുവാണ്. 11 മണിയാണ് ചെക്കൗട്ട് ടൈം. പിന്നെ ഈ സ്റ്റേയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആ മേളിൽ കാണുന്നത് ഏറ്റവും മേളിലുള്ളതിൻ്റെ റേറ്റ് ഏകദേശം 5000 സംതിങ് ആണ്. അതിൻ്റെ 2ാം നിലയിലുള്ളതിന് ഏകദേശം 4000 സംതിങ് ആണ്. അപ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മേളിൽ 3 പേർക്ക് സുഖമായിട്ട് കിടക്കാനുള്ള കട്ടിലുണ്ട്, താഴെ 2 പേർക്കുള്ള കട്ടിലേ ഉള്ളൂ. മുകളിലാണ് കുറച്ചും കൂടെ ഒരു ഐ വ്യൂ, നമുക്ക് ബേഡിങ്ങിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ നമുക്ക് കുറച്ചും കൂടെ ആംഗിൾ കിട്ടുന്നതെല്ലാം ഈ മേളത്തെയാണ്. നിങ്ങൾ മസിനഗുഡി വന്നു കഴിയുമ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസ്റ്റോറൻറ്റ് പരിചയപ്പെടാം. കേരള മെസ് എന്നും പറഞ്ഞിട്ട്. ഇത് മെയിൻ റോഡിൽ തന്നെയാണ്, പെട്രോൾ പമ്പിൻ്റെ ഒക്കെ അടുത്തായിട്ട് കുറച്ച് പുറകിലായിട്ട് ശരിയാണ്. ഇവിടെ പൊറോട്ട വെച്ചു വിടുന്നത് ലൈവായിട്ട് നമുക്ക് പൊറോട്ടയെല്ലാം ചുട്ട് കിട്ടുന്നുണ്ട്. ഇതുവരെ മസിനഗുഡി പോയി കഴിച്ചാൽ ഏറ്റവും നല്ല ഫുഡായിരുന്നു. ഇനി പോകുമ്പോഴും ഇവിടെ കയറുള്ളേ. അപ്പോൾ നമ്മുടെ ഈ മസിനഗുഡിയുടെ യാത്രയിലെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മളെന്താണല്ലോ ഒത്തിരി ഹാപ്പിയാണ്. കരടിയുടെ കാഴ്ചകൾ കാണാനായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഒരുപാട് കാഴ്ചകൾ കരടിയും തന്നു, ആനകളും തന്നു, പിന്നെ ഒരുപാട് പക്ഷികളൊക്കെ ആയിട്ട് ഒത്തിരി സന്തോഷമായിരുന്നു. പിന്നെ അച്ചുവേട്ടൻ്റെ ലീഡിങ് നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ ആദ്യമായിട്ടാണ് വൈൽഡ് ലൈഫ് സഫാരി ജീപ്പായിട്ട് തന്നെ എടുത്ത് പോകുന്നത്. ഒരു എക്സ്പീരിയൻസ്ഡ് ആളുടെ ഗൈഡൻസ് നമുക്ക് ഒത്തിരി ഉപകാരപ്രദമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് ശ്രമിക്കുക. കൂടുതൽ കൂട്ടുകാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.